ശ്രീനിവാസൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ബഹുമുഖ പ്രതിഭ വിട വാങ്ങുകയാണ്. നടനും നിങ്ങൾക്ക് ചോദിക്കാൻ പാടില്ല. അച്ഛനും മോനും കൂടെ ഒരു കാര്യം ചോദിക്കുകയില്ല, പറയേയില്ല. എടോ, തന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇല്ലായിരുന്നില്ല, വിഷമമുണ്ടോ? ഹേയ്, അത് സാറിലടോ. സത്യം പറഞ്ഞ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു. നോക്കി അവന്മാരെ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഞാൻ വിചാരിച്ചത് നീ ഇത് മറന്നിരിക്കായിരുന്നു. അവിടെ ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ടേ, വരാം. ഇല്ലില്ല, ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പം എത്തും. എടാ, എനിക്ക് എമർജൻസി ആയിട്ടൊന്ന് പോകണം. അവര് വെയിറ്റ് ചെയ്യാം അവിടെ. ഇത് നമ്മൾ 1 മന്തിന് ശേഷമല്ലേ ഇപ്പൊ കാണുന്നത്? നമുക്ക് നാളെ ആയാലും കാണാലോ. ശരി ശരി, ബൈ. സ്വാതി, മനുഷ്യ, അവൻ നിങ്ങക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗിഫ്റ്റാ? ആ, അവന് നിങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ട്. അതല്ലേ നിങ്ങളുടെ പിറന്നാളായിട്ട് അവൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നേ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഷർട്ടൊക്കെ ഒന്ന് മാറ്റി വേഗം വന്നേ, ഞാൻ അവനെ വിളിക്കാം. ഞാനവനെ വിളിച്ചോണ്ടുവരാം. അപ്പോ വാ, കേക്ക് മുറിക്കാം. കേക്കോ? ആ, മോൻ അച്ഛന്റെ പിറന്നാളിന് വാങ്ങിയില്ലേ? വാ, അച്ഛൻ വെയിറ്റ് ചെയ്യണം. വാ. കൊള്ളാലോടാ കേക്ക്. ആച്ചാ, അതിഥിമാരുടെ കേക്കാ. എന്തായാലും മോൻ അച്ഛന്റെ പിറന്നാൾ ഓർത്തല്ലോ. ഒരു മിനിറ്റ് പോരാ. ഹലോ എടാ, ഞാൻ ആ ഗിഫ്റ്റ് എടുക്കാൻ മറന്നല്ലേ. സോറി കേട്ടോ, തിരക്കിൽ വിട്ടുപോയതാ. എന്തായിരുന്നു അത്? ചെറിയൊരു പ്ലം കേക്ക് ആയിരുന്നു. പ്ലം കേക്കാ? ബെസ്റ്റ്. ഞാൻ വേറെ എന്താ എക്സ്പെക്ട് ചെയ്ത്. സാരമില്ല, പ്രയോറിറ്റീസ് അല്ലേ. നീ നാളെ വരുമ്പോ കൊണ്ടുവരണേ. ഹേയ്, ഇനി അതിൻ്റെ ആവശ്യമില്ല. ആ ഗിഫ്റ്റ് എത്തേണ്ട കയ്യിൽ തന്നെ എത്തി. ചില സമ്മാനങ്ങൾ അങ്ങനെയാണ്, അത് വൈകിയായാലും എത്തേണ്ട കൈകളിൽ തന്നെ എത്തും.